ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ്. 1857-58 കാലഘട്ടങ്ങളിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. SSC റെയിൽവേ പരീക്ഷകളിൽ ആധുനിക ഇന്ത്യ എന്ന ഭാഗത്തു നിന്ന് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം? അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുതകൾ, നമ്മൾ സ്ഥിരമായി പരീക്ഷകളിൽ ചോദിക്കാറുള്ള കുറച്ച് വസ്തുതകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങാനുണ്ടായ കുറച്ച് കാരണങ്ങൾ. ആ കാരണങ്ങളിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പൊളിറ്റിക്കൽ റീസൺ എന്ന് പറയുന്ന രാഷ്ട്രീയമായ കാരണങ്ങൾ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ്, ഭരണപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അങ്ങനെ പല പല കാരണങ്ങളാലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുന്നത്, വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. നമ്മൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് കിടക്കാം. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഡൽഹൌസി പ്രഭു അന്ന് കൊണ്ടുവന്ന ഒരു നിയമമാണ് ദത്താവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഈ ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്ത് രാജാവ് മരണപ്പെടുകയോ മറ്റ് അനന്തരാവകാശികൾ ഇല്ലാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യവും ആ രാജ്യത്തിന്റെ സ്വത്തും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ചേർക്കപ്പെടും എന്നതാണ് ദത്താവകാശ നിരോധന നിയമം. ഇത് കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. അത് പ്രകാരം ആദ്യമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് സത്താറ. ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഈ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൂടുതൽ നാട്ടുരാജ്യങ്ങൾ പങ്കുചേരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ദത്താവകാശ നിരോധനമാണ്. കാരണം ഔദ്, ലക്നൗ തുടങ്ങിയിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന ബീഗം ഹസ്രത്ത് മഹലിന് ദത്താവകാശ നിരോധന നിയമപ്രകാരം രാജ്യം നഷ്ടപ്പെടുകയും മാത്രമല്ല ഗ്വാളിയോറിലെ അല്ലെങ്കിൽ ഝാൻസിയിലെ റാണിയായിരുന്ന റാണി ലക്ഷ്മിബായിക്ക് ഇതേ പ്രശ്നം നേരിടേണ്ടി വരികയും ചെയ്യുന്നതിലാണ് അവരെല്ലാം ഈ പ്രക്ഷോഭത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം. ഒന്ന് ദത്താവകാശ നിരോധന നിയമമാണ്. ഇത് കൊണ്ടുവന്നത് ലോർഡ് ഡൽഹൌസി പ്രഭുവാണ്. അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലോർഡ് ഡൽഹൌസി. കാരണം അദ്ദേഹമാണ് ഇന്ത്യയിൽ റെയിൽവേ ലൈൻ കൊണ്ടുവരുന്നത്, ഇന്ത്യയിൽ പോസ്റ്റൽ തപാൽ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ലോർഡ് ഡൽഹൌസിയാണ്. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ഈ ദത്താവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന നിയമം, ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരെ കൂടുതൽ ഈ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകൃഷ്ടരാക്കി. മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ ആണ്. എന്നാൽ ഭരണപരമായിട്ടുള്ള പല കാരണങ്ങളാലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഇവിടുത്തെ സാധാരണക്കാർക്ക് അമർഷമുണ്ടായിരുന്നു. അതൊന്നാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിളവുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും കർഷകർ ഒരു നിശ്ചിത ശതമാനം ഭൂനികുതി തൻ്റെ ജമീന്ദാർമാർക്ക് നൽകണം. ഈ സിസ്റ്റമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇവിടെ നികുതി പിരിച്ചിരുന്നത് ജമീന്ദാർമാർ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭൂ ഉടമകളായിരുന്നു. അങ്ങനെ ഈ പ്രാദേശിക ഭൂ ഉടമകൾ പിരിച്ചെടുക്കുന്ന നികുതി ഒരു കാരണവശാലും കർഷകർക്ക് താങ്ങാവുന്നതായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കർഷകരും ഈ സമരത്തിലേക്ക് ആകൃഷ്ടരായി, അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കർഷകരുടെ പങ്കും ഉണ്ടായിരുന്നു. മറ്റൊന്നാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ ധാരാളമായിട്ട് വന്നു ചേരുന്ന സമയമായിരുന്നു അത്. ക്രിസ്ത്യൻ മിഷണറിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഷൻ എന്ന വാക്കിൽ നിന്നാണ് മിഷനറി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗത്യം. ഒരു ദൗത്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് മിഷനറി. അങ്ങനെ ഇവിടെ ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ പരിവർത്തനം ചെയ്യാൻ വേണ്ടി ഇവിടെ മിഷണറിമാർ വന്നു എന്ന പ്രചരണം ഇന്ത്യക്കാർക്കിടയിൽ പരക്കുകയും അങ്ങനെ തദ്ദേശീയരായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ മിഷണറിമാർ ശ്രമിക്കുന്നു. അതിന് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയുമുണ്ട് എന്നൊരു കാരണം കൂടിയും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു കാരണത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പെട്ടെന്നുണ്ടായ കാരണം, ഇതൊക്കെ വർഷങ്ങളായിട്ട് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിൽ ഒരു അമർഷം ഉണ്ടാക്കിയതായിരുന്നെങ്കിൽ, പെട്ടെന്നുണ്ടായ ഒരു ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് പറയുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാർ അറിയപ്പെട്ടിരുന്ന പേര് ശിപ്പായി അല്ലെങ്കിൽ സെപ്പോയ് എന്നാണ്. ശിപ്പായിമാർ ഉപയോഗിച്ചിരുന്ന തോക്ക് എൻഫീൽഡ് എന്ന ബ്രാൻഡിങ് തോക്കായിരുന്നു.
ഈ എൻഫീൽഡ് തോക്കിന്റെ കാട്രിഡ്ജ് അഥവാ കാഞ്ചി, ഈ കാഞ്ചിക്ക് മുകളിലിടുന്ന അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഉണ്ട പ്രധാനമായിട്ടും ഒരു ആവരണത്താലായിരുന്നു, ഒരു ലെയർ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഈ ലെയർ എന്ന് പറയുന്നത് പന്നിയുടെയും അതുപോലെ പശുവിന്റെയും കൊഴുപ്പിനാലും മൃഗക്കൊഴുപ്പിനാലും അതുപോലെ തോലിനാലും നിർമ്മിക്കപ്പെട്ടതായിരുന്നു ഈ തോക്കിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ആ ലെതറിന്റെ പാളി. മുസ്ലിങ്ങളെ സംബന്ധിച്ച് പന്നി എന്ന് പറയുന്നത് അവര് ഹറാമായിട്ടുള്ള ഒരു മൃഗമാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള ഒരു മൃഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പട്ടാളക്കാർ അഥവാ ബ്രിട്ടീഷ് സേനയിലെ ഇന്ത്യക്കാരായിട്ടുള്ള ശിപ്പായിമാർ തങ്ങളുടെ വായ ഉപയോഗിച്ചിട്ട് വേണം ഈ കാട്രിഡ്ജിൽ ഈ വെടിയുണ്ട നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ആവരണം വാ കൊണ്ട് കീറി ഈ തോക്കിലത് ഇടാണ് വേണ്ടത്. അങ്ങനെ ഇവരത് വിസമ്മതിച്ചു. ഞങ്ങൾ ഒരു കാരണവശാലും ഈ പന്നിയുടെയും അതുപോലെ പശുവിന്റെയും മൃഗക്കൊഴുപ്പുള്ള ഈ വെടിയുണ്ട ഉപയോഗിക്കാൻ തയ്യാറാകില്ല എന്ന് ശാഠ്യം പിടിക്കുകയും അത് ബ്രിട്ടീഷ് മേലുദ്യോഗസ്ഥരെ വൻതോതിൽ അലോസരപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാരണം 1857 മാർച്ച് 29 34 നമ്പർ കാലാൾപ്പടയിലെ ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫാൻട്രിയിലെ ഒരു പട്ടാളക്കാരനായിരുന്നു മംഗൾ പാണ്ഡെ. അദ്ദേഹം ഒരു ബ്രാഹ്മണായിരുന്നു. ഒരു കാരണവശാലും ഈ വെടിയുണ്ട, മൃഗക്കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള ഈ വെടിയുണ്ട വാഗൊണ്ട് കടിച്ച് പൊട്ടിക്കാൻ തയ്യാറാകില്ല എന്ന് പറയുകയും കയർത്ത തന്റെ മേലുദ്യോഗസ്ഥനെ വെടിയുതിർക്കുകയും ചെയ്തു. പല പുസ്തകങ്ങളിലായി പറയുന്നത് ആ മേലുദ്യോഗസ്ഥൻ മരണപ്പെട്ടു, ചില പുസ്തകങ്ങളിൽ മരണപ്പെട്ടില്ല, രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിന് മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷ് സൈനികർ തടവിലാക്കുകയും തുടർന്ന് തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ഇത് അന്നത്തെ ധീരദേശാഭിമാനികളിൽ, സ്വാതന്ത്ര്യ സമര സേനാനികളിൽ വളരെയധികം ഒരു ദേഷ്യം അല്ലെങ്കിൽ വളരെയധികം ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതുകൊണ്ട് തന്നെ 1857 മെയ് 10 മീററ്റിൽ, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ പെട്ടെന്നുണ്ടായ കാരണമാണ് ഈ വെടിയുണ്ടയുടെ ആ പ്രശ്നം. അങ്ങനെ ഉത്തർപ്രദേശിലെ മീററ്റിൽ തടിച്ചുകൂടിയ കലാപകാരികൾ മീററ്റിൽ നിന്നും നേരെ ഡൽഹിയിലേക്ക് ചെല്ലുകയും അന്ന് ഡൽഹിയിലെ സ്ഥാനഭ്രഷ്ടനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അല്ലെങ്കിൽ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹം മുഗൾ പരമ്പരയിലെ രാജാവായിരുന്നു. ഈ മുഗൾ പരമ്പരയിലെ രാജാവായിരുന്ന അല്ലെങ്കിൽ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തി അഥവാ ഷേർ ഷാ ഇ ഹിന്ദ് എന്ന പദവി നൽകിക്കൊണ്ട് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതൊന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ ഉത്തർപ്രദേശിലെ പല പ്രദേശങ്ങളിലേക്കും ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കലാപം പൊട്ടിപ്പുറപ്പെട്ട പല പ്രദേശങ്ങൾ, ഉദാഹരണത്തിന് മധ്യപ്രദേശിലെ, ഇന്ന് മധ്യപ്രദേശാണ്, അന്നത് ഉത്തർപ്രദേശിന്റെ ഭാഗമാണ്. യുണൈറ്റഡ് പ്രോവിൻസിന്റെ ഭാഗമായിട്ടുള്ള ഗ്വാളിയോർ, ഝാൻസി, ലക്നൗ, ആര ഇന്ന് ബീഹാറിലാണ്, പക്ഷെ അന്നത് ഉത്തർപ്രദേശിന്റെ ഭാഗമാണ്. അപ്പൊ മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഉത്തർപ്രദേശിന് പുറത്ത് കലാപം നടന്ന ഒരു പ്രദേശം, അത് ബംഗാളിലെ ബാരക്പൂർ ആണ്. ബംഗാളിലെ ബാരക്പൂരിലാണ് ഉത്തർപ്രദേശിന് പുറത്ത് കലാപം നടന്നിട്ടുള്ള പ്രദേശം, അത് ബംഗാളിലെ ബാരക്പൂർ. ഈ ബാരക്പൂരിൽ വെച്ചിട്ടാണ് മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുന്നത്. എന്നാൽ പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലാണ് കലാപങ്ങളെല്ലാം നടക്കുന്നത്. ഈ ഓരോ കലാപത്തിനും അല്ലെങ്കിൽ ഓരോ കലാപ പ്രദേശത്തും നേതൃത്വം കൊടുത്തവരും അവരെ അടിച്ചമർത്തിയ നേതാക്കളും അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരും നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും ഡൽഹിയിൽ ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹദൂർ ഷാ രണ്ടാമനും ഖാൻ ബഹദൂർ ഖാനുമാണ് നേതൃത്വം കൊടുക്കുന്നത്. ഖാൻ ബഹദൂർ ഖാൻ ബറേലിയിലും ബുന്ദൽഗഡിലും നേതൃത്വം കൊടുക്കുന്നുണ്ട്. എന്നാൽ ജനറൽ ബക്ത് ഖാൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സേനയിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്ന ജനറൽ ബക്ത് ഖാനും അതുപോലെ ബഹദൂർ ഷാ രണ്ടാമനും ചേർന്നാണ് ഡൽഹിയിൽ ഈ പ്രക്ഷോഭം നയിക്കുന്നത്. എന്നാൽ ഇതിനെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ജനറൽ നിക്കോൾസൺ. ജോൺ നിക്കോൾസൺ എന്നറിയപ്പെടുന്ന ജനറൽ നിക്കോൾസൺ ആണ് ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത്. ഈ
കലാപം അടിച്ചമർത്തിയ ജനറൽ നിക്കോൾസന് ഒരു വിളിപ്പേരുണ്ട്, ഒരു ഓമനപ്പേരുണ്ട്. അദ്ദേഹം ഡൽഹിയിലെ കശാപ്പുകാരൻ, ദ ബച്ചർ ഓഫ് ഡൽഹി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഹുമയൂണിന്റെ ശവകുടീരത്തിന് അടുത്ത് ഒളിച്ചിരിക്കുകയും ഈ ശവകുടീരത്തിൽ നിന്നും അദ്ദേഹത്തെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് നാട് കടത്തുകയാണ് ചെയ്തത്. എന്തോ കൊല്ലാതെ വിട്ടു. എന്നാൽ ബഹദൂർ ഷാ രണ്ടാമന്റെ പ്രാദേശിക സൈന്യത്തെ മുഴുവൻ നിഷ്കരുണം അദ്ദേഹം വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത്. ഝാൻസി എന്ന നാട്ടുരാജ്യത്തിലെ നാട്ടുരാജാവായിരുന്നു, അല്ലെങ്കിൽ ആ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഗംഗാധര റാവു. ഈ ഗംഗാധര റാവുവിന്റെ ഭാര്യയാണ്, സഹധർമ്മിണിയാണ് മണികർണിക എന്ന വിളിപ്പേരുള്ള ഝാൻസി റാണി. അവരുടെ യഥാർത്ഥ നാമം റാണി ലക്ഷ്മിബായി എന്നാണ്. ഇവർക്ക് രണ്ടുപേർക്കും അവരെ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിയാതെ തന്നെ ഗംഗാധര റാവു മരണപ്പെടുകയാണ് ഉണ്ടായത്. അവർക്കൊരു ദത്തുപുത്രൻ ഉണ്ട്. ആ ദത്തുപുത്രന്റെ പേരാണ് ദാമോദര റാവു. ഈ ദാമോദർ റാവുവിനെ വളർത്തുന്നതിനിടയിൽ റീജന്റ് ഭരണം നടത്തുകയാണ് ശരിക്കും ലക്ഷ്മിബായി ചെയ്യുന്നത്. റീജന്റ് ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടുരാജ്യത്ത് അനന്തരാവകാശിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിൽ അതുവരെ ആ ഭരണം ഏറ്റെടുത്ത് നടത്തുന്ന ആളെയാണ് നമ്മൾ റീജന്റ് എന്ന് പറയുന്നത്. അങ്ങനെ റീജന്റ് ആയിട്ടാണ് ഝാൻസി റാണി ഭരിച്ചിരുന്നത്. എന്നാൽ ദത്താവകാശ നിരോധന നിയമത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ, അത് ഡൽഹൌസി കൊണ്ടുവന്ന സമയമാണത്. അങ്ങനെ ദത്തുപുത്രന് ആ രാജ്യം നൽകാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറാകാതെ വരികയും അതുമൂലം ഝാൻസി റാണിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ, ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറെടുക്കുകയാണ് ചെയ്തത്. ഈ സമയത്താണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടുണ്ട് എന്ന് ഈ റാണി അറിയുകയും കലാപകാരികളോടൊപ്പം ചേരുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹം ധീരമായി, വളരെ ധീരയായ ഒരു വനിതയായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പടപൊരുതുകയാണ് ഉണ്ടായത്. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്നു സർ ഹ്യൂഗ്രോസ്. സർ ഹ്യൂഗ്രോസ് ആണ് അന്ന് ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയത്. നിർഭാഗ്യവശാൽ ആ യുദ്ധത്തിൽ ഝാൻസി റാണി കൊല്ലപ്പെടുകയാണ്, അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹവും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു രക്തസാക്ഷിയായി തീരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ ഹു വാസ് ദ ഫസ്റ്റ് മാർട്ടിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗൽ പാണ്ഡെയാണ്. എന്നാൽ ഝാൻസി റാണിയുടെ മരണത്തോടു കൂടിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം കൂടുതൽ കലാപകലുഷിതമാകുന്നത്. ഈ ഹ്യൂഗ്രോസ് ഝാൻസി റാണിയെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശം ഇന്നും നമുക്കിടയിൽ അഭിമാനം ജനിപ്പിക്കുന്നതാണ്. അതിപ്രകാരമായിരുന്നു, വിപ്ലവകാരികൾക്കിടയിലെ ധീരയായ വനിത എന്നാണ് ഹ്യൂഗ്രോസ് ഇദ്ദേഹത്തെ പറ്റി, ഝാൻസി റാണിയെ കുറിച്ച് അറിയിച്ചിട്ടുള്ളത്. കാരണം തൻ്റെ എതിരാളികൾക്ക് പോലും മതിപ്പുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു തൻ്റെ മരണം. അങ്ങനെ ഇന്ന് ഭാരതീയർക്ക് മൊത്തം അഭിമാനം നൽകുന്ന ഒരു അഭിമാന പാത്രമായിട്ട് ഝാൻസി റാണി മാറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പണ്ട് മറാത്ത സാമ്രാജ്യത്തിലെ പേർഷ്വ എന്ന പദവി, പേർഷ്വ എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ്. ഈ പേർഷ്വ ആയിരുന്ന ബാജി റാവുവിന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. മറാത്ത സാമ്രാജ്യത്തിലെ പേർഷ്വ ആയിരുന്ന ബാജി റാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. ഈ നാനാ സാഹിബും ദത്തുപുത്രനാണ് എന്ന കാരണത്താൽ തൻ്റെ രാജ്യം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായിട്ടും അദ്ദേഹവും കലാപകാരികളോടൊപ്പം ചേർന്നുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആയുധമെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നേതൃത്വം കൊടുത്തത് കാൺപൂരിലായിരുന്നു. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അന്ന് അദ്ദേഹത്തിന്റെ സൈനിക തലവൻ അല്ലെങ്കിൽ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു താന്തിയ തോപ്പി. ഈ താന്തിയ തോപ്പി എന്ന വ്യക്തി ഗറില്ല യുദ്ധമുറകളിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നേരിടുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പടയാളികൾ പിടിച്ചുകെട്ടുകയും വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബറേലി, ബുന്ദേൽഖണ്ഡ്, അതുപോലെ ഝാൻസി, ലക്നൗ, അവധ് തുടങ്ങിയ നാട്ടുരാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എന്നാൽ ഈ കലാപത്തെ നിഷ്പ്രയാസം കീഴടക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നാട്ടുരാജ്യങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അനൈക്യമായിരുന്നു. ഒരു യൂണിറ്റി ഇല്ലായ്മ അന്ന് എല്ലാ നാട്ടുരാജ്യങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ ശത്രുവായിട്ട് അപ്പുറത്ത് മറ്റൊരു നാട്ടുരാജ്യം നിലനിൽക്കുകയും ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ അവർ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണ് ഉണ്ടായത്. ഒരു കാരണം അതാണ്.
രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാർവദേശീയമായിട്ടുള്ള ഒരു പിന്തുണ ഇതിന് കിട്ടിയില്ല. കേവലം നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് എന്നും കൂടി നമുക്ക് പറയാൻ പറ്റില്ല, ഉത്തരേന്ത്യയിൽ മൊത്തം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേവലം ഉത്തർപ്രദേശിലും സമീപ പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഈ കലാപം ഒതുങ്ങിപ്പോയി. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സാധാരണക്കാർക്കിടയിലേക്ക് ഈ കലാപം ഇറങ്ങിച്ചെന്നില്ല. ഇത് കേവലം രാജാക്കന്മാർ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടും എന്ന ഭയത്താൽ നടത്തിയ ഒരു യുദ്ധമായിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു യുദ്ധമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. അതുകൊണ്ടൊക്കെയാണ് ഈ കലാപം അല്ലെങ്കിൽ പരാജയപ്പെടാനുണ്ടായ കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒന്ന് രണ്ട് പുസ്തകങ്ങൾ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ. അതൊന്ന് VD സവർക്കർ രചിച്ച ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകമാണ്. രണ്ടാമത്തത് ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ ചേർന്ന് എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം. ഇത് രണ്ടും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊളികൾ നമുക്കിടയിലേക്ക് പകർന്നു തരുന്ന പുസ്തകങ്ങളാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വായിക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തരും. ഞാൻ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ എന്നീ രണ്ടു പേർ ചേർന്ന് രചിച്ച പുസ്തകമാണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് കുറച്ച് വിശേഷണങ്ങൾ, കുറച്ച് അഡ്ജക്റ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്, അതും കൂടി നമ്മൾ ചർച്ച ചെയ്യാണ്. ഇതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, ഇത് കേവലം നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യക്ക് എതിരെ നടത്തിയ യുദ്ധമല്ല, ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് വാദിച്ച വ്യക്തിയാണ് വീര വിനായക ദാമോദർ സവർക്കർ എന്നറിയപ്പെടുന്ന VD സവർക്കർ. അദ്ദേഹമാണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചത്. ഇനി ഇതിനെ മറ്റു പലതരത്തിലും പല ചരിത്രകാരന്മാരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജവഹർലാൽ നെഹ്റു ഫ്യൂഡൽ മാടമ്പിത്തരം എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്നൊക്കെയാണ് നെഹ്റു ഈ യുദ്ധത്തെ അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഒട്ടനവധി ആളുകൾ RC മജുംദാറിനെ പോലെ, കാറൽ മാർക്സിനെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ ഈ കലാപത്തെ കുറിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ലേഖനങ്ങളിലടക്കം അന്ന് ഈ കലാപം, ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ കലാപം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗധേയം നിർണയിച്ചു എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാരണമാണ്. കാരണം തുടർന്നാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊള്ളുന്നത്. 1857 തുടങ്ങിയ കലാപം 58 കൂടിയിട്ട് അടിച്ചമർത്തപ്പെടുന്നു. തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം എന്നേക്കുമായിട്ട് അവസാനിക്കുന്നു. പിന്നീടുള്ള കാലഘട്ടം 1858 മുതൽ 1947 വരെയുള്ള ഇന്ത്യയുടെ ഭരണം പിന്നീട് ഏറ്റെടുക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഭരണം പിന്നീട് നേരിട്ട് നടത്തിയത് ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു. അങ്ങനെ 1858 ഡൽഹിയിലെ ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞിയുടെ മഹത്തായ വിളംബരം, ദ ഗ്രേറ്റ് പ്രൊക്ലമേഷൻ ഓഫ് ക്വീൻ വിക്ടോറിയ, ആ വിളംബരം വായിച്ചു. അതിപ്രകാരമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, അതൊരു കമ്പനിയാണല്ലോ, കച്ചവടത്തിന് വേണ്ടി ഇവിടെ വന്നൊരു കമ്പനിയാണ് ജോൺ കമ്പനി എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരങ്ങൾ എന്നേക്കുമായി ഇതാ അവസാനിക്കുന്നു. ഇനിയുള്ള ഭരണം ബ്രിട്ടീഷ് പാർലമെന്റും ബ്രിട്ടനിലെ രാജ്ഞിയും നേരിട്ട് നടത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹത്തരായ ഒരു വിളംബരം അന്ന് പുറപ്പെടുവിക്കാണ് ഉണ്ടായത്. തുടർന്ന് സ്ഥാനം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുത്തെ പ്രവർത്തനം നിർത്തി തിരിച്ചു പോവുകയും ഭരണം രാജ്ഞിയുടെ നേതൃത്വത്തിൽ നടക്കുകയും അതിനുശേഷം വൈസ്രോയി എന്ന ഒരു പദവി ഇവിടെ നിലവിൽ വരികയും ചെയ്തു. അതുവരെ വൈസ്രോയി എന്നൊരു പദവി ഇവിടെ ഉണ്ടായിരുന്നില്ല. 1858 ശേഷമാണ് ഇവിടെ വൈസ്രോയി. 1947 വരെ ബ്രിട്ടീഷ് പാർലമെന്റിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി ഇവിടെ ഭരണം നടത്തിയിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരാണ് വൈസ്രോയി. അങ്ങനെ ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയ ലൂയി മൗണ്ട് ബാറ്റൺ വരെ ഇവിടെ ഭരിച്ചു. 1858 മുതൽ 1947 വരെയുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ക്വീൻ എറ എന്നാണ്, അഥവാ ബ്രിട്ടനിലെ രാജ്ഞിയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുണ്ടായ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള അനുശീലൻ സമിതി, സ്വദേശി ബാന്ധവ് സമിതി, മിത്രമേള തുടങ്ങിയിട്ടുള്ള വിപ്ലവ സംഘടനകൾക്ക് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രചോദനം നൽകി. മാത്രമല്ല ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ഒരു ഐക്യം
ഒരു സ്നേഹം, ഒരു കമ്മ്യൂണൽ ഹാർമണി ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിലനിന്നിരുന്നു. അത് തുടർന്നുള്ള സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് കരുത്തേകി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഉപകാരപ്പെട്ടു എന്നറിയാൻ വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള SSC റെയിൽവേ പരീക്ഷകളിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഞാൻ വായിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ തുടർച്ചയായി ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് പരിചയപ്പെടാം. വാട്ട് വാസ് ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദി മ്യൂട്ടിനി ഓഫ് 1857? 1857 കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് നമ്മൾ കാരണങ്ങളെല്ലാം വിശകലനം ചെയ്തതാണ്. അതിൽ ആ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട പെട്ടെന്നുള്ള കാരണം എന്താണെന്നാണ് ഇമ്മീഡിയറ്റ് കോസ്. അപ്പൊ അതിൽ ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട് ദ യൂസ് ഓഫ് ഗ്രീസ്ഡ് കാർട്രിഡ്ജ് ഇൻ ദി ന്യൂ എൻഫീൽഡ് റൈഫിൾ. എൻഫീൽഡ് തോക്കിലെ ഗ്രീസ് പുരട്ടിയ കാർട്രിഡ്ജുകൾ, വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നത് അന്നത്തെ ഇന്ത്യൻ ശിപ്പായിമാർ നിരസിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാനുണ്ടായ പെട്ടെന്നുണ്ടായ കാരണം. മനസ്സിലായില്ലേ? രണ്ടാമത്തത് ദ അഡ്മിനിസ്ട്രേറ്റീവ് കോൺസിക്വൻസ് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857 വാസ് ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ അധികാര സ്ഥാനം ആരിൽ നിന്നും ആരിലേക്ക് മാറ്റപ്പെട്ടു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ അധികാരം ആർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു? ബ്രിട്ടീഷ് പാർലമെന്റ് അഥവാ ബ്രിട്ടനിലെ രാജ്ഞിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതാണല്ലോ നമ്മൾ അലഹാബാദിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ നടന്ന ക്വീൻ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ദ ബ്രിട്ടീഷ് ക്രൗൺ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ദ ബ്രിട്ടീഷ് ക്രൗൺ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും അധികാരം ബ്രിട്ടനിലെ രാജ്ഞിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓക്കെ, അടുത്ത ചോദ്യം. റാണി ലക്ഷ്മിബായ് വാസ് മാരീഡ് ടു. നമ്മൾ പറഞ്ഞു ആരാണ് റാണി ലക്ഷ്മിബായിയുടെ അല്ലെങ്കിൽ ഝാൻസി റാണിയുടെ ഹസ്ബൻഡ്, ഭർത്താവ് ആരാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ഗംഗാധര റാവു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മഹാരാജ ഗംഗാധർ റാവു നെവാൽക്കർ. മഹാരാജ ഗംഗാധർ റാവു നെവാൽക്കർ. അപ്പോ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാധർ റാവു ആണ്. പുത്രൻ ആരാന്ന് ചോദിച്ചാൽ അത് ദാമോദർ റാവു ആണ്. ഈ ദാമോദർ റാവു ദത്തുപുത്രനാണെന്ന ഒരു വിഷയത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഝാൻസി എന്ന നാട്ടുരാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത്, ഇൻ വിച്ച് ഇയർ ഡിഡ് ദി സെപ്പോയ് മ്യൂട്ടിനി എൻഡ്? ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിച്ചത്? 1857, 58 കാലഘട്ടങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ 58. ഝാൻസി റാണിയുടെയും അതുപോലെ താന്തിയ തോപ്പിയുടെയും മരണത്തോട് കൂടിയിട്ട് ഏറെക്കുറെ നാട്ടുരാജ്യങ്ങൾ കീഴടങ്ങുകയുണ്ടായത്. അപ്പൊ 1858 കലാപം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത്. അടുത്തൊരു ചോദ്യം, ദ റിവോൾട്ട് ഓഫ് 1857 വാസ് സ്റ്റാർട്ടഡ് ബൈ. 1857 കലാപം ആരാണ് തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ആരാണ്? നമുക്കറിയാം ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന അഥവാ സെപ്പോയ് മ്യൂട്ടിനി എന്ന് വിശേഷിപ്പിക്കുന്ന കലാപമാണ്. തീർച്ചയായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർ അറിയപ്പെട്ടിരുന്ന പേരാണ് സെപ്പോയ് അഥവാ ശിപ്പായി. അവരാണ് കലാപം തുടങ്ങി വെച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 മംഗൾ പാണ്ഡെ ബിലോങ്ഡ് ടു വിച്ച് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി? ഏത് കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയുടെ പേര് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് മംഗൾ പാണ്ഡെ എന്നാണ്. അദ്ദേഹം ബംഗാളിലെ വിച്ച് നേറ്റീവ് ഇൻഫൻട്രി. നേറ്റീവ് ഇൻഫൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശീയ കാലാൾപ്പട. ഏതൊരു ആർമിക്കും, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ആർമിക്ക് 3 സെക്ഷനാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഇൻഫൻട്രി എന്ന് പറഞ്ഞാൽ കാലാൾപ്പട. അവരായിരിക്കും കുന്തം അതുപോലെ വാളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രതിയോഗികൾക്കെതിരെ പോരാടുക. അതാണ് ഇൻഫൻട്രി. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള പ്രാദേശിക ആയോധന കലകളെല്ലാം ഇവർ അഭ്യസിച്ചിട്ടുണ്ടാവും. ഈ കാലാൾപ്പടയിലെ പടയാളികൾ ആ പ്രദേശത്ത് ഇപ്പോൾ ഗോത്രവർഗ മേഖലയിലാണ് അവർ പോരാടുന്നതെങ്കിൽ ആ ഗോത്രവർഗം അറിഞ്ഞിരിക്കുന്ന എല്ലാ യുദ്ധമുറകളും ഇവരും പഠിച്ചിട്ടുണ്ടാവും. കാരണം അവരുമായിട്ട് ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുന്നത് എപ്പോഴും ഇൻഫൻട്രി ആയിരിക്കും. അതിന് തൊട്ടു പിന്നിലുള്ള ആൾക്കാരാണ് കാവലറി. കാവലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരപ്പട്ടാളം. പഴശ്ശിരാജ സിനിമയൊക്കെ കണ്ടവർക്ക് മനസ്സിലാകും. ആദ്യം കുറച്ച് കാക്കി ഡ്രസ് ഇട്ട ആളുകൾ പഴശ്ശിരാജയ്ക്കെതിരെ പോരാടുന്നു. അവർ ഇൻഫൻട്രിയാണ്. പിന്നീട് വരുന്ന കുതിരപ്പുറത്ത് വരുന്ന ആളുകളാണ് കാവലറി എന്നറിയപ്പെടുന്നത്. അതിന് തൊട്ട് പിന്നിലാണ് ആർമി. അവരുടെ കയ്യിലായിരിക്കും വെടിക്കോപ്പുകളും പീരങ്കികളൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെ 3 സെക്ഷൻ ആയിരുന്നു. അതിലെ 34-ാം നമ്പർ കാലാൾപ്പടയിലെ ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി കാലാൾപ്പടയിലെ ഒരു ബ്രാഹ്മൺ സെപ്പോയ്, ബ്രാഹ്മണ വിഭാഗത്തിലെ ഒരു ശിപ്പായി ആയിരുന്നു മംഗൾ പാണ്ഡെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, അറ്റ് ദ ടൈം ഓഫ് സെപ്പോയ് മ്യൂട്ടിനി ഇൻ കാൺപൂർ നാനാ സാഹിബ് വാസ് proclaimed as the Peshwa
and dash led his troops. 1857 കലാപത്തിൽ, സെപ്പോയ് മ്യൂട്ടിനിയിൽ, കാൺപൂരിൽ നടന്ന പ്രക്ഷോഭത്തിൽ നാനാ സാഹേബ് സ്വയം അവരോധിക്കപ്പെട്ടു, അല്ലെങ്കിൽ നാനാ സാഹിബിനെ പേർഷ്വ ആയിട്ട് അവരോധിച്ചു. ആരാണ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിനെ നയിച്ചതെന്നാണ്. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു, താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സൈനിക തലവന്റെ പേര് നമ്മൾ ചർച്ച ചെയ്തു, രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നറിയപ്പെടുന്ന താന്തിയ തോപ്പിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ നയിച്ചത്. അടുത്തൊരു ചോദ്യം, ഹു ലെഡ് ദ റെബൽസ് ഇൻ കാൺപൂർ ഇൻ ദ റിവോൾട്ട് 1857? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാനാ സാഹിബ്. അടുത്ത ചോദ്യം, മണികർണിക താംബെ. മണികർണിക താംബെ, ദ ഡോട്ടർ ഓഫ് മോറോപാന്ത് താംബെ ആൻഡ് ഭാഗീരഥി സാപ്രെ ബിക്കേം ഫേമസ് ആസ്. നമ്മൾ ഝാൻസി റാണിയുടെ ചരിത്രം ചർച്ച ചെയ്തു. അതിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് റാണി ലക്ഷ്മിബായി എന്നാണെന്നും ബാല്യകാല നാമം മണികർണികയാണെന്നും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ മണികർണിക എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. അവരുടെ യഥാർത്ഥ നാമം റാണി ലക്ഷ്മിബായി ആണ്. മറ്റൊരു ചോദ്യം, ഖാൻ ബഹദൂർ ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 ഫ്രം. 1857 കലാപത്തിൽ ബറേലിയിലും അതുപോലെ ബുന്ദേൽഖണ്ഡിലും കലാപം നയിച്ച ആളാണ് ഖാൻ ബഹദൂർ ഖാൻ. അപ്പൊ ചോദിച്ചിരിക്കുന്നത്, ഖാൻ ബഹദൂർ ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 ഫ്രം. എവിടെ നിന്നാണ് ഖാൻ ബഹദൂർ ഖാൻ കലാപം നയിച്ചത്? അത് ഉത്തർപ്രദേശിലെ ബറേലി അതുപോലെ ബുന്ദേൽഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലാണ്. ഓക്കെ, ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഈ ഭാഗത്തു നിന്ന് മത്സര പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ അതെല്ലാം തന്നെ ചർച്ച ചെയ്യും. നമുക്ക് ഈ ക്ലാസ്സുകൾ ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.